ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പിസ്സ റെസിപ്പി കണ്ടു നോക്കിയാലോ. അപ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ, ബ്രെഡ് പോലെയാണ് അതിൻ്റെ ബേസൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് പിസ്സയ്ക്കൊക്കെ ആഗ്രഹം തോന്നുന്ന സമയത്ത് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾ കുറേ മുന്നേ ഒരു 1-2 വർഷം മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പിസ്സ റെസിപ്പി. അത് വേറൊരു മെത്തേഡിലായിരുന്നു കേട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഓവനിലല്ല, ഇത് നമ്മൾ OTG ഓവനിലാണ് ചെയ്തെടുക്കുന്നത്. ഈ സെയിം മെത്തേഡ് തന്നെ നമുക്ക് ഓവൻ ഇല്ലാണ്ടെയും പാനിലേക്ക് ഇറക്കി വെച്ചിട്ട് അങ്ങനെയും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അന്ന് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന പിസ്സ റെസിപ്പി ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് വേണ്ടത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ്. അത് 1 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 3 ടീസ്പൂണ് പഞ്ചസാരയും അതുപോലെ തന്നെ 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ ഈസ്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പഴകിയ ഈസ്റ്റ് എടുക്കരുത്. അതുപോലെ തന്നെ വെള്ളം എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാട് ചൂടുള്ള വെള്ളമായാൽ നമ്മുടെ ഈസ്റ്റ് ഫെർമെൻ്റായിട്ട് കിട്ടൂല. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം തന്നെ നന്നായിട്ട് തന്നെ അത് പൊങ്ങി വരും കേട്ടോ. കണ്ടോ, അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഈസ്റ്റും വെള്ളത്തിൻ്റെയും കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 2 കപ്പ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് 2 പിസ്സ വരെ ഉണ്ടാക്കിയെടുക്കാം. 2 പിസ്സയ്ക്കുള്ള ബേസാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ എടുക്കുന്ന പിസ്സയുടെ ഒരു മോൾഡിനനുസരിച്ചാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂണ് പാൽപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നും ഇല്ല. നമ്മളിപ്പോൾ പാലിലാണ് ഈസ്റ്റ് ഫെർമെൻ്റ് ആവാൻ വെക്കുന്നതെന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ ചെറിയ ചൂടുവെള്ളത്തിലല്ലേ ചെയ്തത്. അപ്പോൾ പിന്നെ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ഈ ഒരു പിസ്സ ബേസ് കിട്ടും. അപ്പം അതൊന്ന് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് എടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഒലീവ് ഓയിൽ ഇതാ ഈ ഒരു ഡിസാനോയുടെ ഒലീവ് ഓയിലാണ് കേട്ടോ, നല്ല ഒലീവ് ഓയിലാണ്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കൈവച്ചിട്ട് നന്നായിട്ട് തിരുമ്പി എല്ലാ ഭാഗത്തേക്കും ഓയിലും എല്ലാം എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ ഫെർമെൻ്റ് ആവാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഈസ്റ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ 1/2 കപ്പ് വെള്ളത്തിലാണ് ഈസ്റ്റ് ഫെർമെൻ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ ആവശ്യം വരും. ഇത് 2 കപ്പ് മൈദ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചൂടുള്ള വെള്ളം കുറച്ച് അവിടെ മാറ്റി വെക്കുക, 1/2 കപ്പോളം മാറ്റി വെക്കുക. അത് മുഴുവനായിട്ടൊന്നും വേണ്ടി വരില്ല. നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ഈ ഒരു കംപ്ലീറ്റ് ഈസ്റ്റ് മിക്സ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇത് 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്, ഓവർ ചൂട് വേണ്ട. എന്നിട്ടത് കുറേശ്ശെ ഒഴിച്ച് നോക്കുക. ഇനി എത്രത്തോളം വേണോ അതിനനുസരിച്ച് ഒഴിച്ചിട്ട് നമുക്ക് വെള്ളം ആവശ്യത്തിന് എടുത്തിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ മാവ് നമ്മളിപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു ഒട്ടിപ്പിടിക്കുന്ന അതുപോലെയൊക്കെ നമുക്ക് തോന്നും, കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. അത് കുഴച്ച് അത് റെഡി ആവണം. നന്നായിട്ട് കുഴച്ചെങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുഴച്ചാണ് നമ്മുടെ അത് ഡോ റെഡിയായി വരിക കേട്ടോ. ഒട്ടി പിടിക്കുന്നത് കണ്ടിട്ട് പിന്നെ മൈദ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടോ, അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഒരു ഇതിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഏകദേശം 2 ടേബിൾ സ്പൂൺ, 1/2 കപ്പിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാറ്റി ബാക്കിയെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഇതുപോലെ സ്ട്രെച്ച് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ കയ്യിലൊക്കെ ഒട്ടി പിടിക്കുന്നുണ്ട്. അത് കുഴച്ച് വരുന്ന സമയത്ത് കയ്യിലൊട്ടി പിടിക്കുന്നതൊക്കെ ഇല്ലാണ്ടാവും കേട്ടോ. അത് വിചാരിച്ച് മൈദ പൊടി തൂവേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കുഴച്ച് റെഡിയായി വരണം. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കുഴച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല പിസ്സ ബേസായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഇത് ഒട്ടിപ്പിടിക്കുന്നതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ഡോ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു ബൗളാക്കിയിട്ട് നമ്മളിപ്പോൾ എടുത്തിരുന്ന ബൗളിൽ തന്നെ ഇത് നമുക്ക് വെച്ചിട്ട് ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ 1 മണിക്കൂറൊക്കെ മതി. അല്ലാന്നുണ്ടെങ്കിൽ 2 മണിക്കൂറൊക്കെ. ഞാൻ ഇപ്പോൾ 2 മണിക്കൂർ വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒലീവ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്, അതുപോലെ ബൗളിലും കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു ക്ലിം ഫിലിം വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ലിഡ് വെച്ചിട്ടൊക്കെ എയർ കിടക്കാത്ത ലിഡൊക്കെ വെച്ചിട്ട് അടച്ചു കൊടുത്താലും മതി. 2 മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം. ആ ഒരു സമയത്ത് നമുക്ക്
ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചിക്കൻ വെച്ചിട്ടുള്ള പിസ്സയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ പീസായിട്ട് എല്ലില്ലാത്ത ചിക്കന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 200 ഗ്രാം ഉണ്ടാവും കേട്ടോ. അതിലേക്ക് ഇതാ 1 ടേബിൾ സ്പൂണ് സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു 1/2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് എരിവിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1.5 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ എത്ര വേണം അതിനനുസരിച്ച് എടുക്കുക. ഇതന്നെ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ. പിന്നെ അതാ വെളുത്തുള്ളി ചതച്ചതാണ്, ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പേസ്റ്റ് ആണെങ്കിൽ പേസ്റ്റ്, അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത്. ഞാൻ ചതച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ കുറച്ച് ചേർത്താൽ മതി. സോയാ സോസിലൊക്കെ ഓൾറെഡി ചെറിയൊരു ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് ഒലീവ് ഓയിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഓയിൽ ചേർത്ത് കൊടുക്കേണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഫ്രൈ ചെയ്താലും ആ ഒരു ഓയിൽ ബാക്കിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒറ്റ ട്രിപ്പിൽ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. വളരെ കുറച്ചല്ലേ ഉള്ളൂ. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നാൽ പിന്നെ വേറെ നമ്മൾ പിച്ചി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് നേരിട്ട് തന്നെ അങ്ങ് പിസ്സയുടെ മേലെ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഇത് കുറച്ച് സമയം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. അത് ചെറിയ പീസല്ലേ, പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ ഒരു ഓയിലിൽ നിന്ന് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് അപ്പോഴേക്ക് നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അതൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക. അതൊന്ന് താഴ്ത്തിയിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് 2 ബേസായിട്ട്, ഇപ്പോൾ ഒരേ സൈസിലുള്ള പാനാണെന്നുണ്ടെങ്കിൽ 2 ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എൻ്റേത് ഒന്ന് 9 ഇഞ്ചിൻ്റെ മോൾഡാണ്. അതുപോലെ തന്നെ ഒന്ന് ഞാൻ ചെറിയൊരു മോൾഡിലുമാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒന്ന് ചെറുതും ഒന്ന് വലുതുമായിട്ടാണ് ഞാൻ മാവ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 9 ഇഞ്ചിൽ 8 ഇഞ്ചിൻ്റെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും കറക്റ്റ് 8 ഇഞ്ചിൻ്റെയിൽ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു ഡോ എടുത്തിട്ട് ഒരു വലിയ പീസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിൻ്റെ അറ്റഭാഗത്ത് വല്ലാണ്ട് അങ്ങ് പ്രസ് ചെയ്ത് പരത്തണ്ട. സെൻറ്ററിലൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുക്കാം. ആദ്യം ഒരു റോളർ ഉപയോഗിച്ചിട്ട് പരത്തിയിട്ട് പിന്നെ ഈ ഒരു പാനിലേക്ക് വെച്ചിട്ട് പിന്നെ കൈ വെച്ചിട്ട് ഇതുപോലെ പരത്തിയെടുത്താലും മതി. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ മൊത്തത്തിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കുബൂസിൻ്റെയൊക്കെ പോലെ അങ്ങ് പൊങ്ങി വരും കേട്ടോ ഇത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, നന്നായിട്ട് തന്നെ ഹോൾ ഇട്ട് കൊടുക്കണം. നമുക്ക് പിസ്സക്ക് അങ്ങനെ പൊങ്ങി വന്നാൽ ശരിയാവില്ലല്ലോ. നന്നായിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിതാ ചെറിയ ഇതിലും ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത്. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പൊങ്ങി വന്നോളും. പിന്നെ ഞാനിവിടെ പിസ്സ സോസ് റെഡിമെയ്ഡാണ് കേട്ടോ എടുക്കുന്നത്. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ ഉണ്ടല്ലോ, നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നത്. അതിൽ പിസ്സ സോസൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ ഇത് റെഡിമെയ്ഡ് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ റെഡിമെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 2 കളേഴ്സിലുള്ള ക്യാപ്സിക്കും ഒലീവ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അതിലേക്ക് പിന്നെ ഇതിലേക്ക് നമുക്ക് മൊസറല്ല ചീസാണല്ലോ മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ചിലരൊക്കെ മൊസറല്ല ചീസ് കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സ്ലൈസ്ഡ് ചീസ് യൂസ് ചെയ്യാറുണ്ട്. മൊസറല്ല ആകുമ്പോൾ ഒന്നും കൂടെ ഇങ്ങനെ ഒരു വലിഞ്ഞിട്ടുള്ള ടൈപ്പ് ഇത് കിട്ടുമല്ലോ. അപ്പോൾ മൊസറല്ലയാണ് ഇതിലേക്ക് പിസ്സ ചീസ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പം OTG ഓവനിൽ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒരു 10 മിനിറ്റ് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ ഈ ഒരു ബേക്ക് ഓപ്ഷനിൽ താഴത്തെ കോയിൽ മാത്രം ചൂടാക്കി എടുക്കുന്ന ആ ഒരു ഓപ്ഷനിൽ ഇട്ടിട്ടാട്ടോ പ്രീ ഹീറ്റ് ചെയ്തെടുക്കുന്നത്. അതിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പിസ്സ ബേക്ക് ചെയ്തെടുക്കുന്നതും. താഴെ മുകളിലും കൂടി കോയിൽ ചൂടാവുന്നതിൽ ഇടുന്നില്ല. പിസ്സയ്ക്ക് ഇതാണ് ബെസ്റ്റ്. അപ്പം ഇത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആക്കിയതിന് ശേഷം നമ്മളിത് 160 ഡിഗ്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. 160 ഡിഗ്രിയിലാണ് പിസ്സ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം 180 ഇടരുത്, 160 ഇട്ടതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ചെയ്തിട്ടുള്ളത് താഴത്തെ കോയിൽ മാത്രം ചൂടാക്കിയെടുക്കുന്ന ഓപ്ഷനിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. 15 മിനിറ്റിൻ്റെ മുന്നേ ആയിട്ട് ചെറുത് ബേക്കായി വന്നിട്ടുണ്ട്. വലുതിന് ഏകദേശം 15 മിനിറ്റായി. ഏകദേശം 15 മിനിറ്റ് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ പിസ്സ സോസും ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിസ്സ സോസിൽ ഞാൻ പിന്നെ എക്സ്ട്രാ ഒറിഗാനോ ഒന്നും ചേർക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പിസ്സ സോസിൽ തന്നെ ഒറിഗാനോയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ടുണ്ട്.
ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഒറിഗാനോ ഒക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ പിസ്സ സോസ് ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സവാളയും അതുപോലെ വറ്റൽമുളകൊക്കെ കുക്കറിൽ വേവിച്ചിട്ടൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ എളുപ്പം ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ മുകളിൽ കുറച്ച് മൊസറല്ല ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തതും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്തൊക്കെയാണോ നമുക്ക് ഇഷ്ടം അതൊക്കെ നമുക്ക് പിസ്സയുടെ മുകളിൽ വെജിറ്റബിൾസ് ആയാലും ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ റെഡ് ക്യാപ്സിക്കും അതുപോലെ ഗ്രീൻ ക്യാപ്സിക്കുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് റൗണ്ടിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതും ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഗ്രീൻ ഒലീവ്സ് ആണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ അതും എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ അത്രയും വലിയ ഡെക്കറേഷനൊന്നുമില്ല, ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും എല്ലാം എത്തുന്ന രീതിയിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുകളിലും ബാക്കിയുള്ള ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ചീസി ആയിട്ട് നമുക്ക് ചൂടോടെ കട്ട് ചെയ്യുമ്പോൾ നല്ല ചീസി ആയിട്ട് കിട്ടും. മൊസറല്ല ചീസ് എത്രത്തോളം നമുക്ക് വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ മുകളിൽ ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒറിഗാനോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. പിന്നെ ചില്ലി ഫ്ലേക്സും കുറച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 10 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത് പിന്നീട്. അപ്പോൾ ഈ 10 മിനിറ്റിൽ ലാസ്റ്റത്തെ ഒരു 5 മിനിറ്റ് ഞാൻ മുകളിലെ കോയിലും കൂടി ചൂടാക്കുന്ന ഓപ്ഷനിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുകളിലും കൂടെ നന്നായിട്ടൊന്ന് ചീസൊക്കെ നന്നായിട്ട് മെൽട്ടാവാനും കുറച്ചൊരു ബ്രൗൺ കളറൊക്കെ ആയി കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ലാസ്റ്റത്തെ ഒരു 5 മിനിറ്റ് ഞാൻ അങ്ങനെ മുകളിലെ കോയിലും കൂടി മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഓപ്ഷന്. അപ്പോൾ അതാ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അടിഭാഗമൊന്നും ആയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സൈഡൊക്കെ നല്ല മൊരിഞ്ഞ് അതുപോലെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പിസ്സ റെസിപ്പിയാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ പിസ്സ ബേസും ഒക്കെ ഇരിക്കണതെന്ന്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. പിസ്സ ഇഫ്താറിന് പറ്റില്ല എന്നൊന്നും വിചാരിക്കേണ്ട. ഇത് നമുക്ക് ഇഫ്താറിന് സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. കണ്ടതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ട് ബ്രെഡ് പോലെ ഇരിക്കുന്നത് കണ്ടോ. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക്